ഇന്ന് ഫസ്റ്റ് ഡേ ആയിരുന്നല്ലോ. ജൂൺ 3-ാം തീയതി സ്കൂൾ തുറക്കുന്നതിൻ്റെ ആരവത്തിൽ ആയിരുന്നു നമ്മളൊക്കെ. എൻ്റെ 2 മക്കളും ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നത്. രണ്ടാമത്തെ മകനെ അവനെ ഇന്ന് 1-ാം ക്ലാസ്സിലേക്ക് കൈപ്പിടിച്ച് അവനെ ഞാൻ അക്ഷരത്തിൻ്റെ ലോകത്തേക്ക്, പുതിയ ലോകത്തേക്ക് അവനെയും ചേർത്തി. അപ്പോൾ ഇന്ന് അവിടെ പോയപ്പോൾ അവിടുത്തെ ടീച്ചർ നമ്മൾ രക്ഷിതാക്കൾക്ക് ഒരുപാട് നല്ല ക്ലാസ്സുകളൊക്കെ തന്നു. അതിൽ ടീച്ചർ പറയുന്നുണ്ട് ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം, അതിലുണ്ടാകുന്ന ഡിസ്പാരിറ്റീസും അതിലുണ്ടാകുന്ന കൺസേൺസും ഒക്കെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് എന്ന്. ടീച്ചർ പറഞ്ഞ ഒരു നല്ലൊരു ആശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ പുതിയൊരു ആശയം അവർ കൊണ്ടുവന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ എന്നല്ല, ഇംഗ്ലീഷ് മീഡിയം ആയാലും മലയാളം മീഡിയം ആയാലും കുട്ടികൾക്ക് ഇംഗ്ലീഷിൽ പുതിയ സെൻറ്റൻസുകൾ അവരെ സംസാരിപ്പിക്കാൻ, അവരെ ശീലിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനെ അവരിൽ എൻകറേജ് ചെയ്യുക, അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അതൊരു നല്ലൊരു ആശയമാണ്. കാരണം നമുക്കറിയാം ഇംഗ്ലീഷ് മീഡിയം നമ്മുടെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് ഇംഗ്ലീഷിൽ ഒന്നും കൂടി അവർ അപ്ഗ്രേഡാണ് വെൻ കമ്പയറിങ് ടു ഗവൺമെൻറ് സ്കൂൾ സ്റ്റുഡൻസ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൊടുക്കുന്ന ആ ഒരു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ്റെ ഒരു പോരായ്മ തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ അവിടെ വളരെ ലിമിറ്റഡായിട്ട് അവിടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുള്ളൂ, അല്ലെങ്കിൽ നടക്കുന്നില്ല എന്ന് തന്നെ പറയാം. ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു പഠനമാണ് പല ഗവൺമെൻറ് സ്കൂളുകളിലും, ഒട്ടുമിക്ക ഗവൺമെൻറ് സ്കൂളുകളും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ലാംഗ്വേജ് പഠിക്കുക എന്നുള്ള ഉദ്ദേശിക്കുന്നതാണ്. ലാംഗ്വേജിൽ പഠനം എന്ന് പറഞ്ഞാൽ സ്പീക്കിംഗ്, റൈറ്റിംഗ് ആൻഡ് ലിസണിങ് ആൻഡ് റീഡിങ്. ദീസ് ആർ ദി 4 ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് എ ലാംഗ്വേജ് ലേണിംഗ്. പക്ഷേ നമ്മൾ ലിസണിങ് ഏറെക്കുറെയൊക്കെ റെഡി ആക്കാം, പക്ഷേ റീഡിങ്ങും റെഡിയാക്കാം, റൈറ്റിങ്ങും റെഡിയാക്കാം. ബട്ട് സ്പീക്കിംഗ് അവിടെ റെഡി ആവുന്നില്ല എന്നുള്ളതാണ്. സ്പീക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പഠിക്കുന്നത് ഒരു അൾട്ടിമേറ്റായിട്ട് നമുക്കൊരു നല്ലൊരു ജോലി വേണം എന്നുള്ളതാണ്. പഠിച്ച് ഡിഗ്രിയും കഴിഞ്ഞ് PGയും കഴിഞ്ഞ് ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ, ഒരു ഇൻ്റർവ്യൂവിലേക്ക് ഇറങ്ങുമ്പോൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ്റെ പേര് പറഞ്ഞ് എത്രയോ ആളുകളെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. എത്രയോ ആളുകൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്ന്, ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകൾ പരാതി പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റുന്നില്ല, ഇംഗ്ലീഷിൽ കേട്ടാൽ മനസ്സിലാകും, എഴുതാൻ പറ്റും, പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കാൻ വരുമ്പോൾ ആകെ മൊത്തം ബ്ലാങ്ക് ആവുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പരിമിതിയെ നമുക്ക് ഇല്ലാതാക്കേണ്ടേ? അതിൻ്റെ ഉത്തരവാദിത്തം ടീച്ചർമാർക്കില്ലേ? ഞാനൊരു ഇംഗ്ലീഷ് അധ്യാപികയാകാൻ പോകുന്നയാളാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ ഉള്ള അപ്പോയിൻമെൻറ്റ് വളരെ അധികം ഇല്ല എന്നുള്ളതാണ്. ഇംഗ്ലീഷ് മറ്റ് എല്ലാ ലാംഗ്വേജുകളിലും ടീച്ചേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇംഗ്ലീഷ് ടീച്ചേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പ്രൈമറിയിൽ ഇംഗ്ലീഷ് അപ്പോയിൻ്റ് ചെയ്യുന്നുണ്ടോ? മറ്റ് സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ് അവിടെ ഇംഗ്ലീഷും പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അവിടെയും ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചറെ അപ്പോയിൻ്റ് ചെയ്യൽ നിർബന്ധമാണ്. കുട്ടികൾക്ക് അതിന് നല്ല സ്കില്ലഡ് ആയിട്ടുള്ള, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള, നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആ ഒരു ഇംഗ്ലീഷിൻ്റെ ഫുൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ നടക്കാൻ പറ്റുന്ന, അതിന് പറ്റിയിട്ടുള്ള ആപ്റ്റായിട്ടുള്ള സ്കില്ല് അറിയാവുന്ന ആളിനെ അപ്പോയിൻ്റ് ചെയ്ത് ആ കുട്ടികളുടെ ഒരു ടോട്ടൽ മാറ്റം കൊണ്ടുവരേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതിന് മാറേണ്ടത് നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ ടീച്ചേഴ്സിൻ്റെ വില്ലിങ്നെസ്സുമാണ് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇംഗ്ലീഷിൻ്റെ പേരിൽ ഗവൺമെൻറ് സ്കൂളിലേക്കുള്ള അഡ്മിഷൻ കുറയാതിരിക്കട്ടെ. അതുപോലെ തന്നെ ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് കാശില്ലാത്തതിൻ്റെ പേരിൽ ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരുപാട് നമ്മുടെ സാധാരണക്കാരായ മക്കൾക്കൊന്നും ഇംഗ്ലീഷ് ഒരു ബാലികേറാമല ആവാതിരിക്കട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും